നമസ്കാരം. UDFും ഇന്ത്യ സഖ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബദൽ നേതാവിനെ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം. മോദി വീണ്ടും അധികാരമേൽക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് പ്രതിപക്ഷത്തെ നയിക്കുവാൻ യോഗ്യനാകും. 10 കൊല്ലമായി ലോക്സഭയ്ക്ക് ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷ നേതാവില്ലായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകതയായിരുന്നത്. പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്കൊന്നും 10% കൂടുതൽ സീറ്റ് കിട്ടാത്തത് കൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് 99 സീറ്റ് കിട്ടി. ഇതോടുകൂടി പ്രതിപക്ഷത്തിന് ഒരു നേതാവ് കൂടി എത്തപ്പെട്ടു. ഇപ്പോൾ 99 എന്നുള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസം 100ആയി മാറിയിട്ടുണ്ട്. കോൺഗ്രസിൽ രാഹുൽ അനുകൂല വികാരം ശക്തമാണ് എങ്കിൽ കൂടിയും തൃണമൂൽ നേതാവായിട്ടുള്ള മമതാ ബാനർജി പോലും ഇതിനെ ഇപ്പോൾ അനുകൂലിക്കുന്നുണ്ട്. താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ ഇതിനോടുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധി തയ്യാറായില്ല എങ്കിൽ മറ്റു പേരുകൾ കൂടി പരിഗണിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ രാഹുൽ സമ്മതിക്കുമെന്ന് തന്നെയാണ് ഇവരുടെയും പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവായി ആദ്യത്തെ പേരുകാരൻ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിൻ്റെ പേര് കൂടി പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല ശശി തരൂരിനെ പോലൊരു മുഖത്തെ പ്രതിപക്ഷത്തെ നയിക്കുവാൻ നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. എന്നാൽ രാജ്യസഭാ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയാണ് ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ നേതാവായിട്ട് ലോക്സഭയിലും ഒപ്പം തന്നെ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നുള്ള വിമർശനത്തിന് വിധേയമാകുന്നത് കൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു നേതാവ് ഉണ്ടാകില്ല. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതിരുന്നാൽ ഉത്തരേന്ത്യൻ നേതാവിനെ പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണമെന്നുള്ള ആവശ്യവും നിർദ്ദേശവും ഒക്കെ സജീവമായിട്ട് പരിഗണനയിലുണ്ട്. AICC അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയും സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ഒക്കെ അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇനിയൊരു മാറ്റമുണ്ടാക്കാൻ പോകുന്നത്. രാഹുലിൻ്റെ അതിവിശ്വസ്തനായി ഇനിയും KC തുടരുക തന്നെ ചെയ്യും. സംഘടനയെ നയിക്കാനാണ് KCക്കും കൂടുതൽ താല്പര്യം. ഒപ്പം തന്നെ ശശി തരൂരിനോട് ഔദ്യോഗിക പക്ഷത്തിന് ചില എതിർപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയില്ല. അതും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നത് നിർണായകമാകുന്നുണ്ടല്ലോ. ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖമെന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഘടകകക്ഷികൾ അടക്കമുള്ളവർ ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായാൽ ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന് തന്നെയാണ് നേതാക്കൾ അടക്കമുള്ള പലരും പറയുന്നത്. ഭാവി പരിപാടികളെക്കുറിച്ച് പാർട്ടിയിലെയും ഘടകകക്ഷികളിലെയും നേതാക്കളുമായിട്ടൊക്കെ രാഹുൽ ഗാന്ധി ആശയവിനിമയം ഇപ്പോൾ നടത്തുന്നുമുണ്ട്. അങ്ങനെ ആര് പ്രതിപക്ഷ നേതാവാകണമെന്ന വിഷയത്തിലൊക്കെ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസമൊക്കെ ചേർന്ന യോഗത്തിലുമൊക്കെ അങ്ങനെ വലിയ ചർച്ചയൊന്നുമായിട്ടില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയിലേക്കാണ് അത് എത്തപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാർ ഉണ്ടാക്കാൻ തൽക്കാലം ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ യോഗ തീരുമാനങ്ങൾ. ഭരണം നിലനിർത്താൻ TDP JDU ഉൾപ്പെടെയുള്ള കക്ഷികളെ ആശ്രയിക്കേണ്ടതിനാൽ BJP സർക്കാർ ആടി ഉലയുമെന്ന് തന്നെയാണ് ഇവരുടെ കണക്കുകൂട്ടൽ. സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി ഭാവിയിൽ അവസരങ്ങൾ ലഭിച്ചാൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ പ്രതിപക്ഷത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. NDA തകർന്നാൽ രാഹുലിന് ഇതിലൂടെ പ്രധാനമന്ത്രിയായിട്ട് മാറാനും കഴിയും എന്നുള്ള പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 233 സീറ്റ് നേടിയ ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷത്തിന് 33 സീറ്റ് അകലെയാണ് എന്ന് പറയാം. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള ഉചിത സമയത്തിനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുവാൻ വേണ്ടിയിട്ട് അതുവരെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുവാൻ തന്നെയാണ് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലുള്ള തീരുമാനമെന്ന് പറയപ്പെടുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി എത്രത്തോളം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ശോഭിക്കാനാകും എന്നൊരു പ്രത്യേകത ഈ യോഗത്തിനുള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല ശശി തരൂരിനെ പോലൊരു മുഖത്തെ കൊണ്ടുവന്ന് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യുക, അതായത് NDA സഖ്യത്തിനെതിരെ മോദി സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുക എന്നതും ചില വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാവാണ് AICCയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട്, അതായത് മല്ലികാർജുൻ ഖാർഗെ ആയതുകൊണ്ടും ജനറൽ സെക്രട്ടറിയും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും ദക്ഷിണേന്ത്യക്കാരനായ KC വേണുഗോപാൽ ആയതുകൊണ്ടും ശശി തരൂരിൻ്റെ സാധ്യതകൾ പ്രതിപക്ഷ നേതാവാകുവാനുള്ള സാധ്യതകൾ മങ്ങുകയാണ് എന്ന് പറയാം. പക്ഷേ ചില കോണുകളിൽ നിന്ന്, അത് മുന്നണി സംവിധാനങ്ങളിൽ നിന്ന് തന്നെ പലരും ശശി തരൂരിൻ്റെ പേര് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ചിലർ ശശി തരൂരിൻ്റെ പേര് പറയുന്നുണ്ട്. മാത്രമല്ല പക്ഷേ ഇതിൻ്റെ AICCയിലെ ബഹുഭൂരിപക്ഷം വരുന്നവർക്കും ശശി തരൂരിനോടൊരു മമതയില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്തായാലും ശശി തരൂരോ KC വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ ഈ 3 പേരുകൾ നിലവിലുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇല്ല എങ്കിൽ ശശി തരൂരിനെ പ്രതീക്ഷിക്കേണ്ടി വരും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത്.